നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അനു മനു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാവിലെ 10:30 UDF MPമാർ പാർലമെന്റിൽ പ്രതിഷേധിക്കും. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് എത്തുമെന്നറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനമറിയിക്കുകയും ചെയ്തു. UDF വിട്ടുപോയവർ ചിന്തിക്കണമെന്നും മടക്കത്തിന് ഇതാണ് സമയമെന്നും കേരള കോൺഗ്രസിനോട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ ബിബിൻ ചുമതലയേറ്റു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികരണവുമായി അതിജീവിത. വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടമായി. കേസിൽ തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. വിചാരണ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തടവിലാക്കപ്പെട്ട പോലെയായിരുന്നു. കോടതിയിൽ നീതി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. കേസ് തുറന്ന കോടതിയിൽ പരിഗണിക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ലെന്നും അതിജീവിത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തീരുമാനിക്കാൻ ചർച്ചകൾ തുടർന്ന് മുന്നണികൾ. തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് VV രാജേഷും R ശ്രീലേഖയുമാണ് പരിഗണനയിലുള്ളത്. കൊച്ചി, തൃശൂർ, കണ്ണൂർ മേയർമാരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെന്ന് കോൺഗ്രസ്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. കോഴിക്കോട് ഡോക്ടർ S ജയശ്രീയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് CPIM നീക്കം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി മങ്ങാട്ടുകരയിൽ 5 സെന്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് പുതിയ വീടും വിൽപ്പനയ്ക്ക്. അങ്കമാലി ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരവും കരയാമ്പറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്നും 2.50 കിലോമീറ്റർ ദൂരവുമുള്ള ഈ വീടിന് 55 ലക്ഷം രൂപ പറയുന്നു. ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.